സിനിമാ നടനായും വ്യക്തിയായും തന്റെ ഭാഗത്തുനിന്നും വന്ന എല്ലാ നെഗറ്റീവ് എനർജികൾക്കും പൊതുസമൂഹത്തോട് മാപ്പ് ചോദിക്കുന്നതായി നടൻ വിനായകൻ. കഴിഞ്ഞ ദിവസം ഫ്ളാറ്റിന്റെ ബാൽക്കണിയിൽ വെച്ച് നഗ്നതാ പ്രദർശനം നടത്തി താരം വിവാദത്തിലായതോടെയാണ് വിനായകൻ ഈ വിഷയത്തിൽ അഭിപ്രായം പറഞ്ഞത്. ഇത് സോഷ്യൽ മീഡിയയിൽ ഒട്ടാകെ ചർച്ചയായിരിക്കുകയാണ്. താരത്തിനെതിരെ ഒരുപാട് വിമർശനങ്ങൾ ഉയരുകയും ചെയ്തു. ഇതിന് പിന്നാലെയാണ് വിനായകൻ മാപ്പുമായി രംഗത്തെത്തിയത്. ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത കുറിപ്പിലൂടെയാണ് താരം മാപ്പ് പറയുന്നത്. സിനിമാ നടൻ എന്ന നിലയിലും വ്യക്തി എന്ന നിലയിലും പല വിഷയങ്ങളും കൈകാര്യം ചെയ്യാൻ എനിക്ക് പറ്റുന്നില്ല. എന്റെ ഭാഗത്തു നിന്നുണ്ടായ എല്ലാ നെഗറ്റീവ് എനർജികൾക്കും പൊതുസമൂഹത്തോട് ഞാൻ മാപ്പ് ചോദിക്കുന്നു. ചർച്ചകൾ തുടരട്ടെ. വിനായകൻ കുറിച്ചതിങ്ങനെ: നഗ്നതാ പ്രദർശനത്തിനൊപ്പം വിനായകൻ ആളുകളെ അസഭ്യം പറഞ്ഞെന്നും ആരോപണങ്ങൾ ഉയരുന്നുണ്ട്. നിൽക്കുന്ന ഫ്ളാറ്റിന്റെ ഭാഗത്തുനിന്ന് എതിർഭാഗത്തേക്ക് നോക്കി ഒരേ അസഭ്യവാക്ക് തുടർച്ചയായി വിളിച്ചു പറയുന്നതാണ് വീഡിയോയിൽ കാണുന്നത്. ഇതിനു പിന്നാലെ ഉടുത്തിരുന്ന മുണ്ട് അഴിഞ്ഞു പോവുകയും നഗ്നതാ പ്രദർശനം നടത്തുകയും ചെയ്യുന്നു. നടനെ മെൻഷൻ ചെയ്ത് ഫേസ്ബുക്കിൽ പങ്കുവയ്ക്കുന്ന വീഡിയോകളുടെ സ്ക്രീൻഷോട്ട് എടുത്ത് വിനായകൻ തന്നെ ഇത് സ്വന്തം പേജിലും ഷെയർ ചെയ്തിട്ടുണ്ട്. കുറച്ചു കാലമായി വിനായകൻ വിവാദത്തിലായിരുന്നു. കഴിഞ്ഞ നവംബറിൽ പൊതുസ്ഥലത്തെ ഭക്ഷണശാലയുടെ മുന്നിൽ വന്ന് അസഭ്യം പറയുന്ന വിനായകന്റെ വീഡിയോ സാമൂഹിക മാധ്യമങ്ങളിൽ വൈറലായിരുന്നു. ചെറിയൊരു കടയുടെ മുന്നിൽ നിന്ന് അസഭ്യം പറയുന്ന വിനായകന്റെ വീഡിയോ ഗോവയിൽ നിന്നാണെന്നാണ് അന്ന് റിപ്പോർട്ടുകൾ വന്നത്. ദൃശ്യങ്ങൾ വൈറലായതോടെ നിരവധി പേർ വിനായകനെ വിമർശിച്ച് രംഗത്തെത്തിയിരുന്നു. 2023 ഒക്ടോബറിൽ എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷനിലെത്തി ഉദ്യോഗസ്ഥരെ അസഭ്യം പറഞ്ഞതിന് വിനായകൻ അറസ്റ്റിലായിരുന്നു. വിനായകനും ഭാര്യയും തമ്മിൽ ഫ്ളാറ്റിൽ വെച്ചുണ്ടായ വഴക്കുമായി ബന്ധപ്പെട്ട് നോർത്ത് പോലീസ് തന്റെ ഭാഗം കേട്ടില്ലെന്നാരോപിച്ച് സ്റ്റേഷനിലെത്തി ബഹളം വെക്കുകയും അറസ്റ്റിലാവുകയുമായിരുന്നു. ജയിലർ എന്ന സിനിമ വലിയ വിജയമായതോടെ കേരളത്തിന് പുറത്തും നിരവധി ആരാധകരുള്ള നടനാണ് വിനായകൻ.